ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സെക്കൻഡ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ സെക്കൻഡ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യാണ്. നിലവിലുള്ള വർക്ക് കഴിഞ്ഞിട്ട് ഫുഡ് ഡെലിവറിയാണ്. മാക്സിമം നമ്മുടെ EV സ്കൂട്ടറും അതേപോലെ കയ്യിലൊരു കാറും ഉണ്ട്. അതൊക്കെ പാടെ ഉപയോഗിച്ചിട്ട് എത്ര ഒരു മാസം ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ്. അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഈസി ഫുഡ് പത്തിരി എന്ന് പറയുന്ന പത്തിരിക്കടയുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഓർഡർ അടിച്ചിട്ടുള്ളത്. നഹദിയുടെ മുമ്പിലാണ് ഉണ്ടായിരുന്നത്, പക്ഷേ ഓർഡർ അവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറമുള്ള ഭാഗത്തോട്ടാണ് അടിച്ചത്. അങ്ങാടിപ്പുറം ബ്ലോക്ക് ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഈ ബ്ലോക്കും വരും. അങ്ങാടിപ്പുറം ഭാഗത്തൊക്കെ ഒന്ന് ഓർഡർ അടിക്കരുതെന്നാണ് സാധാരണ ആഗ്രഹിക്കാറ്. ഈ ബ്ലോക്കിൽ ഒന്ന് കുടുങ്ങി നിൽക്കേണ്ടി വരും. എന്തായാലും മാക്സിമം കട്ട് ചെയ്തിട്ടും അപ്പുറത്ത് കൂടെ കയറിയിട്ട് പോയി ചാടാനുള്ള ശ്രമമാണ്. അല്ലാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അങ്ങാടിപ്പുറം അമ്പലത്തിൽ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബ്ലോക്കാണ് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ന് നല്ല ബ്ലോക്കാണ്. കുഴപ്പമില്ലാത്തൊരു ഓർഡറാണ് അടിച്ചിട്ടുള്ളത്. 93 രൂപയുടെ ഓർഡറാണ്. ഓക്കെ, ഇത് ലൊക്കേഷൻ കണ്ടിട്ട് നമ്മളെ എമറാൾഡാണ്. ചെറുകര വരെ അടിപൊളി റോഡാണ്. അത് കഴിഞ്ഞാൽ ചെറിയൊരു ഭാഗത്ത് തന്നെയാണ് അവസ്ഥ. ഇല്ല, പൊടി മൊത്തം വലിച്ചു കയറ്റണം. അതിൻ്റെ ഇടയിൽ കട്ടറും. എന്തായാലും വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി കംപ്ലൈൻറ്റ് തരാതിരിക്കട്ടെ. നമ്മളെ ഓല EVM ആണ് ഈ ഓട്ടോക്ക് ഓടുന്നത്. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം നമുക്ക് വേണം. നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ്. സെക്കൻഡ് ഓർഡറും കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഓർഡറും വലിയ കുഴപ്പമില്ലാത്ത ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ഈസി ഫുഡ് പത്തിരിയുടെ അതേ ഹോട്ടലിൽ മൾട്ടി ഓർഡറാണ് വന്നിട്ടുള്ളത്. കസ്റ്റമറുടെ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. മൾട്ടി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓർഡർ അറ്റ് എ ടൈമിൽ നമ്മൾ എടുത്തിട്ട് 2 കസ്റ്റമറിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് മൾട്ടി ഓർഡർ ഫുഡ്. നമ്മളിപ്പോൾ ഈസി ഫുഡ് പത്തിരിയിൽ നിന്ന് എടുത്തു. ഇനി അടുത്ത പിക്കപ്പ് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ടീ ടൈമിൽ നിന്നാണ്. അപ്പോൾ ടീ ടൈമിൽ പോയിട്ട് ഇനി അടുത്ത ടീമിൻ്റെ ഫുഡ് കൂടി എടുത്തിട്ട് വേണം നമുക്ക് ഈ 2 കസ്റ്റമേഴ്സിൻ്റെ അടുത്തും ഫുഡുകൾ കൊണ്ടുപോയി കൊടുക്കാൻ. അടുത്തത് കേസ് ഫ്രൂട്ട് ബീലാണ് ഓർഡർ അടിച്ചിട്ടുള്ളത്. ചെറിയ ഓർഡറാണ്. ഇവിടെ അടുത്തുള്ള ഒരു കസ്റ്റമറാണ് തോന്നുന്നുണ്ട്. അതായത് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് എടുക്കാം. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണുള്ള ഫ്രൂട്ട് ബീലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് അലങ്കരിച്ച് അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. ഫെബ്രുവരി 14 അല്ലേ, വാലൻറ്റൈൻസ് ഡേയുടെ അലങ്കാരങ്ങളൊക്കെയാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും നന്നായിട്ടുണ്ട് അല്ലേ, കണ്ടിട്ടൊക്കെ ഭംഗിയുണ്ട്. മൾട്ടി ഓർഡർ ആയിട്ടുണ്ട്. ഫ്രൂട്ട് ബീൽ നിൽക്കുമ്പോഴാണ് അടുത്ത ഓർഡർ അടിക്കുന്നത്. അങ്ങനെ 2 ഓർഡർ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ദിവസമാണല്ലോ.
ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഹോട്ടലിലോട്ട് എനിക്ക് ഓർഡർ അടിക്കുന്നത്. ഇത്രയും കാലം ഞാൻ വർക്ക് ചെയ്തിട്ട് കുറച്ച് കാലമായി ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നു. വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വീഡിയോ ആയിട്ടുള്ളൂ. നമുക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഈ ഹോട്ടലിലേക്ക്. ഇത് അങ്ങാടിപ്പുറം വിവാ ഓഡിറ്റോറിയം കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഏകദേശം വരും. ഒരു വലിയ സെറ്റപ്പൊക്കെ ഉള്ളൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക ഫീലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അഞ്ചോ ആറോ ഓർഡറൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ടൈം വളരെ അതിക്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 11 മണിയായി. 7 മണിക്ക് വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. 11 മണിയായി. ലാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്കാണ്. അത് കുറച്ച് നമുക്ക് ഉള്ളിലോട്ട് നടക്കേണ്ടി വരും. കാരണം ലാസ്റ്റ് ഓർഡർ ഞാൻ കാറിലാണ് എടുത്തത്, നമ്മുടെ പഞ്ചിൽ. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്തുണ്ട് അവിടെ താഴെ കുറച്ച് LLB സ്റ്റുഡൻസ്, ഹിന്ദിക്കാരാണ്. അവരിങ്ങനെ ചോദിക്കുന്നുണ്ട്, കാറ് കൊണ്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ സേട്ടാ ഇതൊക്കെ മുതലാവുമോ സേട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഏതോ ഹോട്ടലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സൊമാറ്റോ ആണ്, ഇതൊക്കെ മുതലാവും, ഇലക്ട്രിക്കാണ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ച് തട്ടി വിട്ടിട്ട് മെല്ലെ അവിടെ നിന്ന് ചാടുകയാണ്. അപ്പോൾ ഒരു ദിവസം എത്ര ഏൺ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഫ്രണ്ട്സ്, പവർ വരട്ടെ. നമ്മുടെ സെക്കൻഡ് ഡേ ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേനേക്കാളും കൂടുതലാണ്. 531 രൂപയാണ്. അടുത്ത ദിവസം ഇതിലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ള ശ്രമമാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും മുടങ്ങാതെ കാണുക.